എന്താ മോളെ? എന്താ പറ്റിയേ? എന്താ മോള് കരയുന്നത്? അശ്വതിക്ക് നല്ല വയറുവേദന. വയറുവേദനയോ? എന്താ എന്ത് പറ്റി മോളെ? വയറുവേദനയോ? അതെന്ത് പറ്റി പെട്ടെന്ന്? അയ്യോ അറിയില്ല അമ്മ, മുറിയിലിരിക്കുവായിരുന്നു, പെട്ടെന്ന് തുടങ്ങിയതാ. മോളെ എനിക്ക് ഒട്ടും വയ്യ. ഇനി ഇങ്ങനെ തന്നെ കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ദുർഗയുടെ കാര്യം ഓർക്കുമ്പോഴാണ് ദേവാ എനിക്ക് സങ്കടം. കല്യാണം കഴിഞ്ഞെങ്കിലും ദുർഗയ്ക്ക് ഇപ്പോഴും ഒരു വീടോ മറ്റു കാര്യങ്ങളോ ഒന്നും ആയില്ലല്ലോ. അനാഥരെ പോലെ ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിയല്ലേ അവര്. അതെ, അതൊക്കെ ശരിയാവും അമ്മേ. ഈശ്വരാനുഗ്രഹമുള്ള കുട്ടിയാണ് എന്റെ ദുർഗ. അവൾക്ക് എല്ലാ നന്മകളും ഈശ്വരൻ കൊടുക്കും. ഇനി ദുർഗമോൾക്കും കൂടി വിശേഷം ഉണ്ടെന്നുള്ളൊരു വാർത്ത കൂടി കേൾക്കണം. ആ കുഞ്ഞിനെ കൂടി കണ്ടിട്ട് വേണം എനിക്ക് സമാധാനായിട്ട് ഈ ഭൂമി വിട്ടൊന്ന് പോകാൻ. ഓ, അപ്പൊ ഞാനും എന്റെ മോളെ അമ്മയ്ക്ക് ആരും അല്ലല്ലേ? ഓ, എന്നാരാ ഗിരിജ പറഞ്ഞേ? പിന്നെ അമ്മ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അമ്മ അങ്ങനെയൊന്നുമല്ല പറഞ്ഞത്. നീ വെറുതെ എഴുതാപ്പുറം വായിക്കണ്ട. ഒന്നുമല്ല, ദേവേട്ടനും അമ്മയ്ക്കും എന്റെ അഞ്ജുവിനെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല. അക്ഷയേക്കാളും മൂത്തല്ലേ അഞ്ജു? ആ, അതിനിപ്പോ അശ്വതിക്ക് ഇപ്പൊ ഇതാ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. പക്ഷെ എന്റെ മോൾക്ക് ഇതുവരെ കല്യാണം പോലും നടന്നിട്ടില്ല. നിങ്ങൾ ആരും അതേക്കുറിച്ച് ഒരു വാക്ക് പോലും പറയുന്നുമില്ല. എന്റെ പൊന്നു മോളെ, കല്യാണം എന്ന് പറഞ്ഞതൊരു യോഗ. അത് നടക്കേണ്ട സമയത്ത് നടക്കും. നീ വെറുതെ ധൃതി കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അമ്മയ്ക്ക് എങ്ങനെ പറയാം? അമ്മയുടെ പ്രിയപ്പെട്ട 2 കൊച്ചുമക്കളെ കല്യാണം കഴിഞ്ഞല്ലോ. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഞാൻ അമ്മയുടെ മകള് തന്നെയല്ലേ? നീ എന്തിനാ ഗിരിജ ഇപ്പൊ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്? നിനക്ക് എന്താ പറ്റിയത്? എനിക്ക് കുറച്ച് സങ്കടമുണ്ട്. ഞാൻ ജീവിച്ചത് എന്റെ മോക്ക് വേണ്ടിട്ടാ. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണമെന്നല്ലാതെ എന്റെ മനസ്സിൽ വേറൊന്നുമില്ല. അല്ല, അപ്പൊ അഞ്ജുവിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ചിന്തയില്ലെന്നാണോ നീ പറയുന്നത്? അതെ, അതിനൊരു സംശയമില്ല. എന്റെ അജയേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്റെ മോൾക്ക് ഇപ്പൊ ഒരു ജീവിതം ഉണ്ടാവില്ലായിരുന്നോ? ഓ, എനിക്കും എന്റെ മോൾക്കും വേറെ ആരും ഇല്ലത്തോണ്ടാ ഈ അവഗണന. ഗിരിജെ, വെറുതെ ഇല്ലാത്തൊന്നും പറയല്ലേ. നിന്നോട് ആരാ വേർതിരിവ് കാണിച്ചത്? നിങ്ങൾ തന്നെ. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അഞ്ജുവിന്റെ കാര്യത്തിൽ ഇനിയും ഇങ്ങനെ അലസഭാവം കാണിക്കാനാണ് അമ്മയുടെ ഏട്ടന്റെ തീരുമാനമെങ്കിൽ എനിക്കും ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. നീ എന്താ പേടിപ്പിക്കാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ. ഞാനും എന്റെ മോളും ഇവിടെ വെറുതെ താമസിക്കാനൊന്നും അല്ല. ഞങ്ങൾക്ക് ഈ വീട്ടിൽ അവകാശമുണ്ട്, അതാരും മറക്കണ്ട. എടാ, ഈ പെണ്ണിന് എന്താ പറ്റിയേ? ഇവക്ക് വല്ല ബാധയും കൂടിയോ? അഞ്ജുവിന്റെ കാര്യം ഓർത്ത് ടെൻഷൻ കേറിയിട്ടാ അവൾ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അതിന് നമ്മൾ ആരാ അഞ്ജുവിനോട് വേർതിരിവ് കാണിച്ചേ? ഗിരിജയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്ത് വേദനിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടാ അവൾ ഇങ്ങനെ ഓരോന്ന് വിളിച്ചു പറയുന്നത്. ഗിരിജയുടെ സ്വഭാവം നമുക്കറിയാലോ അമ്മേ. അമ്മ അതൊന്നും കാര്യാക്കണ്ട. പൃഥ്വി, എനിക്ക് വയറ് വേദനിക്കുന്നു. അശി, എന്താ അശി, എന്താ പറ്റിയ? എനിക്കറിയില്ല, എനിക്ക് വയറ് വല്ലാതെ വേദനിക്കുന്നു. ഇത് കുടിക്ക. കുറച്ച് കിടക്ക്. വാ, സൂക്ഷിച്ച് വാ. സൂക്ഷിച്ച് മെല്ലെ. താനൊന്ന് റെസ്റ്റ് എടുക്കുമ്പോഴേക്ക് മാറും. ഇല്ല പൃഥ്വി, എന്റെ വയറ് പൊട്ടുന്ന പോലെ തോന്നുക. എനിക്ക് വയ്യ പൃഥ്വി, എനിക്ക് വയ്യ. എനിക്ക് വല്ലാതെ വേദനിക്കുന്നു.
എന്നാ വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ വാ സൂക്ഷിച്ച്. ഓക്കെ ആവും വാ വാ പയ്യെ വാ ഞാൻ ഉണ്ട്. വാ മെല്ലെ ഇറങ്ങിക്കോ. വാ അയ്യോ എന്താ മോളെ എന്താ പറ്റിയേ? എന്തിനാ മോള് കരയുന്നത്? പതുക്കെ. അശ്വതിക്ക് നല്ല വയറുവേദന. വയറുവേദനയോ? എന്താ എന്ത് പറ്റി മോളെ? വയറുവേദനയോ? അതെന്ത് പറ്റി പെട്ടെന്ന്? അയ്യോ അറിയില്ല അമ്മേ, മുറിയിലിരിക്കുവായിരുന്നു, പെട്ടെന്ന് തുടങ്ങിയതാ. മോളെ എനിക്ക് ഒട്ടും വയ്യ. എന്റെ വയറ് പൊട്ടുന്ന പോലെ തോന്നുന്നു. നീ വിഷമിക്കാതെ ശി, നമുക്ക് ഡോക്ടറെ വിളിക്കാം. എന്തിനാ അശ്വ കരയുന്നത്? വാ അശ്വക്ക് വയറുവേദനിക്കുന്നു പറയുന്നത്. വയറുവേദനയാ? എന്നിട്ട് പിന്നെ എന്തിനാ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാനെന്നാ ഡോക്ടറെ വിളിച്ച് വേഗം ഇങ്ങോട്ട് വരാൻ പറയാം. വേഗം വിളിക്ക് പൂർണ്ണിമ അങ്ങോട്ട്. എടാ, ഡോക്ടർ വരും ചെറിയച്ച, ചേച്ചി വിളിക്കുമല്ലോ, ഇപ്പൊ വരും. ട്രിപ്പ് വരും മോളെ വരും. എനിക്ക് പേടിക്കണ്ട പേടിക്കാതെ പേടിക്കണ്ട കേട്ടോ. എന്റെ കുഞ്ഞിനെന്തെങ്കിലും സംഭവിക്കോ? എടോ താനിങ്ങനെ വിഷമിക്കാതെ, ഒന്നും സംഭവിക്കില്ല. ഇത് അശി കഴിച്ച ഭക്ഷണം എന്തോ പിടിക്കാഞ്ഞിട്ട് സംഭവിച്ചതാ. ചെറിയ ഡോക്ടർ ഉടനെ ആ, വരട്ടെ. ചന്ദ്രമതി പറഞ്ഞത് ശരിയാ. ഭക്ഷണം കഴിച്ചപ്പോ മുതലേ എന്റെ വയറിന് എന്തോ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഭക്ഷണത്തിന്റെ തന്നെ പ്രശ്നമാണല്ലോ. അതെ, ഈ ദുർഗ എന്താ ഇത്രയ്ക്ക് ശ്രദ്ധയില്ലാതെയാണോ ഭക്ഷണം ഉണ്ടാക്കുന്നേ? പാവോ അശി. അയ്യോ എന്റെ മോള്. എന്റെ ചെറിയമ്മ ഈ സമയത്ത് ഇങ്ങനെയാണോ പറയേണ്ടത്? അല്ല ഞാൻ പൂർണ്ണിമ അവരെ തടയണ്ട. നീരജ പറഞ്ഞാലും കാര്യമുണ്ട്. ആ അവളുടെ അഹങ്കാരത്തിന്റെ അനുഭവിക്കുന്നത് എന്റെ മോളല്ലേ? ആ മോളെ എനിക്ക് പേടിയാവും. പേടിക്കണ്ട. വിഷമിക്കാതെ അശി, താൻ ഇങ്ങനെ കരയല്ലേ, ഒന്നും സംഭവിക്കില്ല. ഡോക്ടർ ഇപ്പൊ വരും. പൃഥ്വി, നീ അഷിയെ റൂമിൽ കൊണ്ടുപോയി കിടത്ത്. ഒന്ന് സ്വസ്ഥമായിട്ട് കിടക്കുമ്പോ തന്നെ പകുതി ആശ്വാസം കിട്ടും. അപ്പോഴേക്കും ഡോക്ടറും വരും. ശരി ചേച്ചി. മോനെ നീ പിടിക്ക്, നമുക്ക് റൂമിലേക്ക് കൊണ്ടുപോകാം. പിടിക്കാം അങ്ങോട്ട്. പിടിക്കാം. ഇതങ്ങ് മാറ്റ്. പതിയെ എണീക്ക്. പതിയെ പയ്യെ പേടിക്കില്ല. അയ്യോ മോളെ ദാ റൂമിലോട്ട് പോവാ. നടന്നു. മോനെ എന്റെ കുഞ്ഞിനെ കാത്തോളണേ. അതെ, വിളിക്ക്. മോള് ഇങ്ങ് വാ. അല്ല അതെ, ഒരു കാര്യം. അവളെ കിടത്തിയിട്ട് വരാം. ഡോക്ടർ വന്നോളും. ചേച്ചി വാ. മോള് ഇവിടെ ഇരി, ഒരു കാര്യം പറയട്ടെ. അയ്യോ അവളെ വസുമതി, അഷിതയ്ക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കി ആരായാലും അവരെ ഒരിക്കലും വെറുതെ വിടരുത്. ദുർഗയല്ലേ അഷിതയ്ക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തത്? അവളതിലെന്തെങ്കിലും ചേർത്തോന്ന് ആർക്കറിയാം? അയ്യോ, ദുർഗയ്ക്ക് മുൻപേ അഷിതയുടെ വിവാഹം കഴിഞ്ഞു. അത് സഹിക്കാൻ വയ്യാതെ അവള് കണ്ണീ കണ്ടൊരുത്തിനെ കല്യാണം കഴിച്ച് ഇവിടെ വന്നു കയറി. ഹോ, അതും പോരാഞ്ഞ് ഇപ്പൊ അവൾക്ക് മുൻപേ അഷിത ഗർഭിണിയായതും സഹിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അവൾ എന്തോ ചെയ്തിട്ടുണ്ടോന്നാ എന്റെ സംശയം. സംശയിക്കാനുണ്ടോ? ഇതിന്റെയൊക്കെ പിന്നിലൊരാളുണ്ടെങ്കിൽ അത് അവള് തന്നെ ആയിരിക്കും.